ഇതുവരെ കേട്ട ചോദ്യങ്ങളിൽ ഒരു കാര്യം മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് ഭാര്യ മരിക്കുക, വീണ്ടും വിവാഹം കഴിക്കുക, അത്രയും വരെ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ള അനേക കുഴപ്പങ്ങളെക്കുറിച്ചാണ് ഈ ചോദ്യങ്ങൾ മിക്കവാറും. ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ക്യാമ്പിൽ വന്ന് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആത്മീയമായി ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള അനേക പാഠങ്ങൾ പഠിക്കാൻ നിങ്ങൾക്കിടയായി. വിശ്വസ്തയോട് നേരോട് എല്ലാ ദിവസവും വിശുദ്ധിയും ഭക്തിയും പാലിച്ച് നിങ്ങൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി അടിച്ചു ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് കല്യാണം വരുമ്പോൾ ആരെയെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് കുഴപ്പത്തിൽ ചെന്ന് ചാടരുത്. തോന്നിയതുപോലൊക്കെ നന്നായി ജീവിക്കേണ്ട കാലത്ത് ദൈവീകമായ വഴിയിൽ നടക്കാതെ ഇഷ്ടം പോലെയൊക്കെ ജീവിച്ചിട്ട് ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചിട്ട് പിന്നെ പ്രശ്നത്തിൽ ചെന്ന് ചാടാനായിട്ട് ആർക്കും ഇടയാകരുത്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു വിവാഹവും കുടുംബജീവിതവും വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇന്നു മുതൽ തന്നെ ദൈവത്തോട് ഏറ്റവും ചേർന്ന് വിശുദ്ധമായി നേരോടെ ദൈവവചനം വായിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഭക്തിയോടെ ജീവിക്കണം. ഞാൻ രാവിലെ പറഞ്ഞു, മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ നമുക്ക് പറ്റിപ്പോയാൽ ഉടനടി ദൈവസന്നിധിയിൽ അത് കറക്റ്റ് ചെയ്യണം. അങ്ങനെയല്ലാതെ രാവിലത്തെ ആദ്യത്തെ ക്ലാസ്സിൽ ജിബി അങ്കിൾ പറഞ്ഞ പോലെ കപടമായിട്ട് ബാക്കിയുള്ളവരെ കാണിക്കാനായിട്ടൊക്കെ വേഷം കെട്ടിയൊക്കെ യോഗത്തിന് പോവുകയും ജീവിക്കുകയും നല്ല വെള്ള ചമയൊക്കെ ചെയ്തിട്ട് വിവാഹമാകുമ്പോൾ എനിക്ക് ഇപ്പോൾ ദൈവഹിതം അറിയണം, ദൈവം എനിക്ക് വെച്ചിട്ടുള്ള ആളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പം മനസ്സിലാകുകയില്ല. എന്തുകൊണ്ട് മനസ്സിലാകുകയില്ല? ദൈവവഴി നടന്നിട്ടില്ല. ദൈവവഴി നടക്കാത്ത ഒരാൾക്ക് ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? പലതരത്തിലുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും. അങ്ങനെ വരാതിരിക്കാനുള്ള മാർഗം നേരത്തെ മുതൽ തന്നെ ദൈവം നിങ്ങൾക്ക് തന്ന വെളിച്ചമനുസരിച്ച് ഏറ്റവും ശരിയായി ഭക്തിയോടെ ജീവിക്കണം. അതുകൊണ്ട് പെർഫെക്റ്റ് ആകണമെന്നല്ല അതിൻ്റെ അർത്ഥം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇംപെർഫെക്ഷൻസ് വന്നാൽ അതിനെക്കുറിച്ച് ഡിസ്കറേജ്ഡ് ആയി പോകരുത്. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കൃപയ്ക്കായി അയച്ച് നന്നായിട്ട് ജീവിക്കണം. അങ്ങനെ ഇപ്പോഴേ നന്നായി ജീവിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്ത്യൻ മെച്യൂരിറ്റി ഉണ്ടാകും, ദൈവഹിതം തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും, ശരിയായി വിവാഹം ചെയ്യാനായിട്ടുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകും, വിവാഹം കഴിഞ്ഞാലും നല്ല നിലയിൽ ജീവിക്കാനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കും. അത് എല്ലാവരും പ്രത്യേകം ഓർത്തുകൊള്ളണം. കിസ്സിങ്ങിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ ആ വാചകം നിങ്ങൾ മറക്കല്ല്. എൻ്റെ വാചകമല്ല, ജോൺ മക്കാർതർ പറഞ്ഞ വാചകം. എന്തായിരുന്നു ആ വാചകം? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Any touch that creates inability for the Holy Spirit to hold control is wrong. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ലാതെയുള്ള ഏത് സ്പർശനവും, forget about kissing പോട്ടെ, ഈവൻ ടച്ചിങ് somebody, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ഉള്ള ഏത് സ്പർശനവും പാപമാണ്. അപ്പോൾ പിന്നെ കിസ് ചെയ്യാൻ വേണ്ടിയോ എന്നുള്ള ചോദ്യം നമ്മൾ ഉദിക്കുന്നില്ല. അതിൻ്റെ മുമ്പിലത്തെ കാര്യമാണ് ഈ പറഞ്ഞത്. അനുദിന ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാൻ ഇപ്പോഴേ ദൈവം നിങ്ങൾക്ക് അവസരം തരികയാണ്. ആ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നന്നായി ജീവിക്കണം, നല്ല കല്യാണം കഴിക്കണം, നല്ല കുടുംബജീവിതം നയിക്കണം. ദൈവത്തിന് വേണ്ടി ദൈവഭക്തിയുള്ള തലമുറകളെ നിങ്ങൾ വളർത്തിയെടുക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനാണ് ദൈവം ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ ചോദ്യങ്ങളിലോട്ട് പോകട്ടെ. ഞാൻ 2022 ഒരു ക്യാമ്പിൽ വെച്ച് രക്ഷിക്കപ്പെടാനിടയായി. ആ അനുഭവം രുചിച്ചറിയാൻ സാധിച്ചു. പക്ഷേ ഞാൻ ആര് സുവിശേഷം പറഞ്ഞാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ഓർമ്മയില്ല. അത് പ്രശ്നമാണോ? ഞങ്ങളുടെ കല്യാണം നടത്തിയത് ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ കല്യാണം കഴിച്ചാണോ? ആണോ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ, ഇവിടെ നിങ്ങൾ കല്യാണം കഴിച്ച സീനിയേഴ്സ് ഞാൻ തന്നെ കല്യാണം കഴിപ്പിച്ചവരോട് ഇരിപ്പുണ്ട്. നിങ്ങൾ മറന്നുപോയി ജോൺ കുന്നങ്കിളാ കല്യാണം നടത്തിയെന്ന്, അല്ലേ? അപ്പോൾ കല്യാണം കഴിച്ചാണോ നിങ്ങൾ? ആണോ? പറഞ്ഞേ, ആരാ കല്യാണം നടത്തിയെന്നുള്ളതിൻ്റെ ഓർമ്മയുടെ അടിസ്ഥാനത്തിലല്ല കല്യാണം ഇരിക്കുന്നത്. ഒരാളുമായിട്ട് ഞാൻ പബ്ലിക്കായിട്ട് ദൈവസന്നിധിയിൽ ഉഭയസമ്മതം ചെയ്ത് ബന്ധപ്പെട്ടു. കല്യാണം ആരെങ്കിലും നടത്തിക്കോട്ടെ, അത് സാധാരണത്തിൽ ഓർത്തിരിക്കും. ഇനി മറന്നുപോയെന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല. അപ്പോൾ ക്യാമ്പിൽ ആര് സുവിശേഷം പറഞ്ഞിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് മറന്നുപോയി. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കുകയല്ല എന്തിനാ അത് മറന്നതെന്ന്. രക്ഷിക്കപ്പെട്ടോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആര് പറഞ്ഞു, ആരാ സംസാരിച്ചത്, അതൊന്നും നിങ്ങൾ പറയേണ്ട. അതും രക്ഷയുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇനി അടുത്ത ചോദ്യം. എൻ്റെ മനസ്സിൽ
ഈ ചിന്തയോടുകൂടി തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് സംശയം ഉണ്ടാകുന്നു. അത് നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. വളരെ വിശദമായിട്ട് ഇപ്പോൾ ഡീൽ ചെയ്യാനായിട്ട് സമയമില്ല. ചുരുക്കി ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള സംശയം പലർക്കും മനസ്സിലുണ്ടാകാം. രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ഒരു മാർഗം ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം തന്നെ ഉപയോഗിക്കുകയാണ്. വിവാഹം കഴിച്ച ഒരാൾ വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ ഉറപ്പെന്താ? ഒരാൾ കല്യാണം കഴിച്ചു, അതൊക്കെ തോന്നുകയാണ് ഞാൻ കല്യാണം കഴിച്ചാണോ? എങ്ങനെ ഉറപ്പിക്കാൻ കല്യാണം കഴിച്ചാന്ന്? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ? നമ്മുടെ ഫീലിങ്ങിനെ അനുസരിച്ച്, തോന്നൽ അനുസരിച്ചാണോ ഞാൻ വിവാഹിതനാണോ അല്ലയോ എന്നിരിക്കുന്നത്? അല്ല. ഒരു പ്രത്യേക ദിവസം ചിലപ്പോൾ മറന്നുപോയി കാണും, സാരമില്ല, ഡേറ്റൊക്കെ മറന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രത്യേക ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ദൈവസഭയിൽ വെച്ച് ഒരാളെ ഞാൻ കൈകൊടുത്ത് എൻ്റെ ഭാര്യയായി ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉടമ്പടി ചെയ്ത് ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. ആ ഫാക്റ്റാണ് ഞാൻ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ അത്? ഇന്ന ദിവസം ഇന്നടത്ത് വെച്ച് ഞാൻ ഒരാളുമായിട്ട് ആ നിലയിൽ ബന്ധത്തിൽ പ്രവേശിച്ചു. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടാകുമോ? അത് ഞാൻ കല്യാണം കഴിച്ചായിരുന്നോ അതോ ശാപ്പാട് കഴിച്ചു പോകുന്നേ ഉള്ളൂ? വല്ലവർക്കും സംശയം ഉണ്ടാകുമോ? ആർക്കും ഉണ്ടാകത്തില്ല അല്ലേ? അന്ന് ഞാൻ കല്യാണം കഴിച്ചു, അതിനെക്കുറിച്ച് സംശയമുണ്ട്? ഒരു സംശയവുമില്ല. എന്ന് പറഞ്ഞതുപോലെ യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ രണ്ട് കാര്യം: അവനെ കൈക്കൊള്ളുക, റിസീവ്, കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. മറ്റൊന്ന്, അവനിൽ വിശ്വസിക്കുക. കർത്താവ് ആരാണ്, അവൻ എന്ത് ചെയ്തു, അതിൽ ഞാൻ ശരണപ്പെടുക. അതാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു പാപിയാണെന്നും എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എനിക്ക് പകരം കർത്താവ് ക്രൂശിൽ മരിച്ചു എന്നും വിശ്വസിച്ച് അനുതാപത്തോടെ കർത്താവെ എന്നെ രക്ഷിക്കണം, എന്നെ നിൻ്റെ മകനാക്കണമെന്ന് പറഞ്ഞ് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഞാൻ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇന്ന ദിവസം ഇന്നടത്ത് വെച്ച് ഞാൻ ഒരാളുമായിട്ട് ഉടമ്പടി ചെയ്ത് ബന്ധത്തിൽ പ്രവേശിച്ചോ എന്ന് പറയുന്ന പോലെ ഞാൻ രക്ഷിക്കപ്പെട്ടോ എന്ന് എങ്ങനെ അറിയാം? രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് വേദപുസ്തകം പറയുന്നുവോ ആ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്താ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് ക്യാമ്പിൽ വെച്ചോ, വീട്ടിൽ വെച്ചോ, VBS വെച്ചോ, ബാലസംഘത്തിൽ വെച്ചോ, എവിടെ വെച്ചെങ്കിലും ആകട്ടെ, ഈ നിലയിൽ എൻ്റെ പാപാവസ്ഥ മനസ്സിലാക്കി എനിക്കായി ക്രൂശിൽ മരിച്ച യേശുവിൽ ഞാൻ ശരണപ്പെടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. എന്നാൽ ഇനി ഏതെങ്കിലും കാരണവശാൽ ആ വിഷയത്തെക്കുറിച്ച് ഫർദർ സംശയം ഉണ്ടെങ്കിൽ ദയവേത് ഈ ക്യാമ്പിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ സീനിയേഴ്സുമായിട്ട് പേഴ്സണലി ആ കാര്യം ഒന്ന് സംസാരിക്കണം. കൂടുതൽ നിങ്ങളെ ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ച് കൂടുതൽ ഒരു ക്ലാസ് ഇപ്പം എടുക്കാനായിട്ട് നമുക്ക് സമയമില്ല. സംടൈംസ് ഐ ഡോണ്ട് ഗെറ്റ് കോൺസെൻട്രേഷൻ വെൻ ഐ പ്രേ. വാട്ട് ഷുഡ് ഐ ഡു? ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധ പതറിപ്പോകുന്നു, ഞാൻ എന്ത് ചെയ്യണം? എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. യോഗത്തിന് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധ പതറും. പ്രാർത്ഥിക്കുമ്പോൾ, വേദപുസ്തകം വായിക്കുമ്പോൾ സ്വാഭാവികമായി സംബന്ധിച്ച് വലിയ കുറ്റബോധവും പാപബോധവും ആർക്കും വേണ്ട.